കാർഷിക വാർത്തകൾ. പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ 2034ഓടെ പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനം 8 ദശലക്ഷം ടൺ ഉയരും. അടുത്ത ദശകത്തിൽ ഇന്ത്യയുടെ പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനം വൻതോതിൽ ഉയരും. നിലവിൽ ഇന്ത്യൻ പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനം 25.2 ദശലക്ഷം ടണ്ണിലധികമാണ്. 2030ഓടെ ആഗോളതലത്തിൽ പയറുവർഗ്ഗങ്ങളുടെ വിതരണം 26 ദശലക്ഷം ടൺ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലധികവും ഏഷ്യയിൽ നിന്നായിരിക്കും. പയറുവർഗ്ഗ ഉൽപാദനത്തിൽ ലോകരാജ്യങ്ങളിൽ ഏറ്റവും മുന്നിൽ ഇന്ത്യയാണ്. ഉയർന്ന വിളവ് നൽകുന്ന ഹൈബ്രിഡ് വിത്തുകൾ അവതരിപ്പിച്ചു. യന്ത്രവൽക്കരണത്തെ പിന്തുണച്ചു. കർഷകന്റെ വരുമാനം സ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ട് മിനിമം താങ്ങുവില നടപ്പാക്കി. എന്നിവയൊക്കെ ഇന്ത്യയുടെ നേട്ടങ്ങളാണ്. കൂടാതെ കേന്ദ്ര സർക്കാരും ചില സംസ്ഥാന സർക്കാരുകളും അവരുടെ സംഭരണ പരിപാടികളിൽ പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വർധന. നെല്ല്, ചോളം, പയറുവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിയിൽ വളർച്ചയുണ്ടായപ്പോൾ സോയാബീൻ കൃഷിയിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയതായി സർക്കാർ അറിയിച്ചു. 2025 ജൂലൈ 18 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തുടനീളമുള്ള ഖാരിഫ് വിളകളുടെ വിതയ്ക്കൽ 708.31 ലക്ഷം ഹെക്ടറിലെത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 680.38 ലക്ഷം ഹെക്ടറായിരുന്നു. ഏകദേശം 28 ലക്ഷം ഹെക്ടറിന്റെ വർധനവാണിത്. നെൽകൃഷിയിൽ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമുണ്ടായത് 177.68 ലക്ഷം ഹെക്ടറിലാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 19.47 ലക്ഷം ഹെക്ടർ വർധനവ്. കൃത്യസമയത്ത് മഴ പെയ്യുകയും കിഴക്കൻ മധ്യ സംസ്ഥാനങ്ങളിലുടനീളം മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ ലഭിക്കുകയും ചെയ്തതാണ് നെൽകൃഷിയുടെ വിസ്തൃതിയിലെ വർധനവിന് കാരണം. പ്രധാന നാടൻ ധാന്യവിളകളായ ചോളം, ബജ്ര എന്നിവയും ആരോഗ്യകരമായ വളർച്ച കൈവരിച്ചു. ചോളം വിസ്തൃതി 9.48 ലക്ഷം ഹെക്ടർ വർദ്ധിച്ചപ്പോൾ ബജ്ര 6.85 ലക്ഷം ഹെക്ടർ വർദ്ധിച്ചു. നാടൻ ധാന്യങ്ങളുടെ ആകെ വിസ്തൃതി കഴിഞ്ഞ വർഷം 117.66 ലക്ഷം ഹെക്ടറിൽ നിന്ന് 133.65 ലക്ഷം ഹെക്ടറായി ഉയർന്നു. എണ്ണക്കുരു കൃഷി, പ്രത്യേകിച്ച് സോയാബീൻ കൃഷി ഗണ്യമായി കുറഞ്ഞു. എണ്ണക്കുരു കൃഷിയുടെ ആകെ വിസ്തൃതി 156.76 ലക്ഷം ഹെക്ടറായി കുറഞ്ഞു. 2024 അപേക്ഷിച്ച് 6 ലക്ഷം ഹെക്ടറിലധികം കുറഞ്ഞു. സോയാബീൻ കൃഷിയുടെ വിസ്തൃതിയിൽ മാത്രം 7.29 ലക്ഷം ഹെക്ടർ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇത് വരും മാസങ്ങളിൽ വിതരണ സമ്മർദ്ദം ഉണ്ടാകുമെന്ന ആശങ്ക ഉയർത്തുന്നു. കരിമ്പ് കൃഷി 55.16 ലക്ഷം ഹെക്ടറായി നേരിയ വർധനവ് രേഖപ്പെടുത്തി. വടക്കു പടിഞ്ഞാറൻ മധ്യ ഇന്ത്യയുടെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ മൺസൂൺ മഴ മുന്നേറിയതിനാൽ വിതയ്ക്കൽ രീതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏലക്ക ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ. തമിഴ്നാട്ടിൽ 3ാം ദിനവും വെളിച്ചെണ്ണ വില കയറ്റത്തിൽ. സംസ്ഥാനത്ത് വിപണിയിലെ സർക്കാർ ഇടപെടൽ ഫലം കണ്ടു. റബ്ബർ വില മാറ്റമില്ലാതെ തുടർന്നു. റബ്ബർ വിലയിൽ മാറ്റമില്ല. ടയർ മേഖലയിൽ നിന്നുള്ള ആവശ്യക്കാരുടെ അഭാവത്തിനിടയിൽ സ്റ്റോക്കിസ്റ്റുകൾ നിരക്ക് ഉയർത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ടയർ വ്യവസായികളുടെ പിന്തുണ വിപണിക്ക് ഉറപ്പുവരുത്താനായില്ല. കൊച്ചി, കോട്ടയം വിപണികളിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 213 രൂപയിലും 5ാം ഗ്രേഡ് 209 രൂപയിലും സ്റ്റഡിയാണ്. ബാങ്കോക്കിൽ റബ്ബർ കിലോ 198 രൂപയിൽ വ്യാപാരം നടന്നു. ഏലക്ക ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ലേലം നടന്നു. ഉത്സവ സീസൺ മുന്നിൽ കണ്ട് ഉത്തരേന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉൽപ്പന്നത്തിന് അന്വേഷണങ്ങൾ എത്തുന്നുണ്ട്. ഹൈറേഞ്ചിൽ വിളവെടുപ്പ് പുരോഗമിച്ചെങ്കിലും ചരക്ക് വരവ് വാങ്ങലുകാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിനാൽ ഇടപാടുകാർ നിരക്ക് ഉയർത്തി സംഭരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഓർഡറുകൾ കൈപ്പിടിയിൽ ഒതുക്കിയവരും ഏലക്കയിൽ പിടിമുറുക്കി. ശരാശരി ഇനങ്ങൾ കിലോ 2678 രൂപയായി ഉയർന്നു. മികച്ച ഇനങ്ങൾ കിലോ 3228 രൂപയിൽ കൈമാറി. തമിഴ്നാട് വിപണിയായ കാങ്കയത്ത് വെളിച്ചെണ്ണ തുടർച്ചയായ 3ാം ദിവസവും മുന്നേറി. ക്വിന്റലിന് 38,000 രൂപയിലെത്തി. അതേസമയം സംസ്ഥാനത്ത് 5 ദിവസമായി എണ്ണവില 38,500 രൂപയിൽ മാറ്റമില്ലാതെ നിലകൊണ്ടു. ഓണവേളയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാർ നീക്കങ്ങൾ തുടങ്ങിയതും നിരക്ക് ഉയർത്തുന്നതിൽ നിന്നും ഊഹക്കച്ചവടക്കാരെ പിന്നോക്കം വലിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. കമ്പോള നിലവാരം. RSS 4 212, RSS 5 208, ലാറ്റക്സ് 147, ജാതിക്ക 270, ജാതിപത്രി 1600 മുതൽ 1850 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിൾഡ് 68,500, കുരുമുളക് അൺഗാർബിൾഡ് 66,500, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 38,500, കൊപ്ര 25,800, ചുക്ക് 22,500.